എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കിൽ സെല്ലിലുള്ള എല്ലാവരോടുമായിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ബിലോങ്ങിങ്സ് ഒന്ന് അന്വേഷിക്കാൻ പോവാണ്. കാരണം 2 ദിവസം മുൻപ് ഡോക്ടറിന്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു വുഡൻ കാർഡ് അത് നമ്മുടെ സെല്ലിലുള്ള ആരുടെ ഒരാളുടെ കയ്യിലാണുള്ളത്. അവൻ തന്നെയാണ് കോക്രിയെ അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ബൊറൂട്ടോ പറയുന്നത് കേട്ട് ഇപ്പൊ ബാക്കിയുള്ള പ്രിസണേഴ്സ് അവർ ഷോക്കായിട്ട് പരസ്പരം നോക്കും. കോക്രിയക്കാണെങ്കിൽ അത് കേട്ട് പേടിയാവും. ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോ ഞങ്ങളുടെ കൂടെയാണ്, സോ ആരും നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ അന്വേഷണം അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിലുള്ള ഒരു ചെമ്പമുടിയൻ അവൻ ചോദിക്കും, ഞങ്ങളെ മാത്രം സെർച്ച് ചെയ്താൽ പോരാ, ഞങ്ങൾക്ക് ബൊറൂട്ടോയും മീറ്റ്സയെ കൂടെ സെർച്ച് ചെയ്യണം. അത് കേട്ട് കോക്രിയ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ബൊറൂട്ടോയും അവന്റെ ഫ്രണ്ട് മീറ്റ്സുകയും അവരിങ്ങോട്ട് വന്നതുപോലും എന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അത് കേട്ട് ഇപ്പൊ പ്രിസണേഴ്സ് വണ്ടറടിക്കും. അതേസമയം ബാങ്കോ ആണെങ്കിൽ അവന്റെ സോൾജിയേഴ്സുമായി പ്രിസണേഴ്സിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ഓരോരോ സെല്ലുകൾ ഓപ്പൺ ചെയ്ത് പരിശോധിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ബൊറൂട്ടോയുടെ സെല്ലിലുള്ള എല്ലാ പ്രിസണേഴ്സും പേടിച്ചു നിൽക്കും. അതേസമയം സാറയുടെ ആണെങ്കിൽ ഇപ്പൊ മോജോയുടെ അടുത്തേക്ക് വരും. അവൾക്കിപ്പോ അത്യാവശ്യമായിട്ട് സുക്കിയെ മീറ്റ് ചെയ്യണം. അതിന് മോജോ പെർമിഷൻ കൊടുത്ത് അവളുടെ കൂടെ ഒരു ഗാർഡിനെ അയക്കും. ഇവിടെയാണെങ്കിൽ ബൊറൂട്ടോ അവൻ കോക്രിയോട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നവൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ അവനാണെങ്കിൽ ബെഡിൽ തിരിഞ്ഞിരിക്കുകയായതുകൊണ്ട് തന്നെ അവൻ അറ്റാക്ക് ചെയ്ത ആളെ അവന് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു ഭാഗത്ത് ബാങ്കോയും ടീമും ആണെങ്കിൽ അന്വേഷണം അത് ഊർജിതമാക്കുവാണ്. ചെമ്പമുടിയനാണെങ്കിൽ അവനിപ്പോ കോക്രിയോട് പറയും, നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. ബൊറൂട്ടോയും മീറ്റ്സുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നൊന്നായിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ചെമ്പമുടിയും പറയും, എൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ളവർ എൻ്റെ സാധനങ്ങൾ തൊടുന്നതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, സോ എൻ്റെ സാധനങ്ങൾ അത് ഞാനെടുത്ത് കാണിക്കുമെന്ന് പറഞ്ഞ് ബൊറൂട്ടോയും മീറ്റ്സുകയും അവൻ തടഞ്ഞു നിർത്തും. ഉടനെ ചപ്പർത്തലേൻ അറായി ആണെങ്കിൽ അവനോട് പറയും, മര്യാദയ്ക്ക് നീ മാറി നിൽക്ക്, ഞങ്ങൾ നിന്റെ സാധനങ്ങൾ ഒന്നും എടുക്കില്ല, നിനക്കും ഞങ്ങൾ പരിശോധിക്കുന്നത് നോക്കാം. പക്ഷെ ചെമ്പമുടിയനാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. ഉടനെ അറായി അവൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ വുഡൻ കാർഡ് എടുത്തതും ഇവനെ അറ്റാക്ക് ചെയ്തതും നീ തന്നെയാണ്. അടുത്ത നിമിഷം ഈ പാറായിയും ചെമ്പമുടിയനും അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയടി ഫൈറ്റ്. അറായി പറയും, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ ആദ്യം പരിശോധിക്കാം, എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ട് ഒന്നുമില്ല, ഞാൻ കുറച്ചു മുൻപ് പുറത്തേക്ക് പോയത് അത് ജസ്റ്റ് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാനാണെന്ന് പറഞ്ഞ് അവനിപ്പോ കയ്യിലുള്ള ചോക്ലേറ്റ്സ് അത് കഴിച്ചു കാണിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സാറയുടെ ആണെങ്കിൽ ആ സുക്കിയുടെ അടുത്തേക്ക് എത്തി. അവളെ കണ്ട് സുക്കിയെ ചോദിക്കും, നീ ആരാണ്, നിനക്കെന്താണ് ഇവിടെ കാര്യം? അതിനവള് പറയും, മൊജീനോ ഗ്യാങ്ങിലെ രണ്ടാമത്തെ ആളല്ലേ നീ, എനിക്ക് നിന്നെ അറിയാം, നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതേസമയം ഇവിടെ അറായി ആണെങ്കിൽ ആ ചെമ്പമുടിയന്റെ സാധനങ്ങൾ അത് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ ആദ്യം തടയും, പക്ഷെ അവരാണെങ്കിൽ നിർബന്ധിച്ച് അവന്റെ സാധനങ്ങൾ ചെക്ക് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് കെടാമ അവനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും മിണ്ടാതെ ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ അവന്റെ സ്ഥലത്ത് നിൽക്കും. കോക്രി ആണെങ്കിൽ അവന്റെ സാധനങ്ങൾ ഒന്നൊന്നായിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും അവൻ പെട്ടെന്ന് ഇപ്പൊ കോക്രിയുടെ കൈക്ക് കയറി പിടിക്കുക. ഞാൻ നിങ്ങളോട് എന്റെ സാധനങ്ങൾ പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല, ഒരു കാരണവശാലും ആരും എന്റെ സാധനങ്ങൾ തൊട്ടുപോകരുത്. പക്ഷെ മീറ്റ്സുകയാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവന്റെ ബെഡ്ഷീറ്റ് അതങ്ങനെ വലിച്ചെടുക്കും. അപ്പൊ അതിന്റെ അടിയിൽ ആ ഒരു വുഡൻ കാർഡ് കാണും. അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഈ കെടാമ ഇവനാണ് ഇതിനെല്ലാം കാരണക്കാരൻ, ഇവന്റെ കയ്യിൽ ആ കാർഡുണ്ട്. പറയുകയാണെങ്കിൽ അവനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയാൻ തുടങ്ങും. അതിന് കെടാമ പറയും, ആദ്യം നിങ്ങൾ ഞാൻ പറയാനുള്ളത് കേൾക്ക്, ഞാൻ ആക്ച്വലി ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരാണെന്നും എന്താണെന്നും പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ സ്റ്റോറി പറയാൻ തുടങ്ങുകയാണ്. പക്ഷെ അറായി ആണെങ്കിൽ അപ്പോഴും അവനെ കഥ പറയാനായിട്ട് അനുവദിക്കില്ല. ഇവൻ തന്നെയാണ് കള്ളൻ, ഈ കോക്കറി, അവൻ മുജീനോ ഗ്യാങ്ങിലുള്ള കാര്യം ഇവൻ അറിയാമെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ ഷോക്കാവും. ബൊറൂട്ടോ ചോദിക്കും, ഞങ്ങൾ ഇതുവരെ കോക്കുയ മുജീനോ ഗ്യാങ്ങിലുള്ള ഒരാളാണെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ല, നീ എങ്ങനെ ആ കാര്യം അറിഞ്ഞു എന്ന് ബൊറൂട്ടോ ചോദിക്കും. ഞങ്ങൾക്ക് ആദ്യം മുതലേ നിന്നെ കറക്റ്റായിട്ട് സംശയം ഉണ്ടായിരുന്നു, നീ ആദ്യം തന്നെ അവന്റെ ബെഡ്ഷീറ്റിൽ ആ കാർഡ് ഒളിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. കെടാമയാണെങ്കിൽ അവനെ ആഞ്ഞടിക്കും. ഉടനെ മീറ്റ്സുക അവന് പാറായെ ലോക്ക് ചെയ്ത് പോലീസുകാർക്ക് അവനെ സറണ്ടർ ചെയ്യും. അവൻ അടിച്ചു മാറ്റിയ കാർഡും അവരെ ഏൽപ്പിക്കും. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മോജോ ആണെങ്കിൽ ബാങ്കോയോട് ഇനി ഇതുപോലുള്ള ഒരു കാര്യം പോലും നടക്കാൻ പാടില്ല എന്ന് തീർത്തു പറയും. അപ്പോഴായിരിക്കും ബാങ്കോ അവനിപ്പോ ബൊറൂട്ടോയെ കുറിച്ച് പറയാ. ആ ബൊറൂട്ടോയെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട്, പക്ഷെ മോജോ ആണെങ്കിൽ അവന്റെ ആ ഒരു സംസാരം അത് ഡൈവേർട്ട് ചെയ്ത് വിടും. അതേസമയം ഇവിടെ ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും ഇപ്പൊ കോക്രിയെ തന്നെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മീറ്റ്സുകയും ബൊറൂട്ടോയും അവരാണെങ്കിൽ
കോക്രി അടിച്ചു മാറ്റിയ ഒരു പണത്തെക്കുറിച്ച് അവനോട് ചോദിക്കും. അവനാണെങ്കിൽ അതിന് വ്യക്തമായ മറുപടി ഒന്നും നൽകാതെ അവിടുന്ന് എസ്കേപ്പ് ആവും. ബൊറൂട്ടോയ്ക്ക് പിടികിട്ടും കോക്രി അവൻ പൂർണ്ണമായിട്ടും അവനെ വിശ്വസിച്ചിട്ടില്ല. സോ ആദ്യം അവന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അത് പിടിച്ചു പറ്റണമെന്ന് ബൊറൂട്ടോ മീറ്റ്സുകയോട് പറയും. കട്ട് ചെയ്ത ബെങ്കയാണെങ്കിൽ ഇപ്പൊ സുക്കിയുടെ അടുത്തേക്ക് വന്നേക്കാണ്. ബെങ്ക തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല നീ പറഞ്ഞതുപോലെ കോക്രിയെ കൊല്ലാനായിട്ട്. അതിന് സുക്കിയോ പറയും, നീ അവനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെൽ നമ്പർ 2 അവനെ മാറ്റണം. അവിടെ എന്റെ ആളുണ്ട്. ആ കോക്രി ഞങ്ങളുടെ ഒരുപാട് പണം അടിച്ചു മാറ്റി. അവനെ കൊന്നു കഴിഞ്ഞാൽ ആ പണം മുഴുവൻ നിനക്കെടുക്കാം. അത് കേൾക്കുമ്പോ അവന് ഭയങ്കര സന്തോഷമായിട്ട് അവൻ അവിടുന്ന് പുറത്തേക്ക് പോവാണ്. ബെങ്ക ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. സത്യം പറയും, നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ട്. നീയും കോക്രിയെയും തിക് ഫ്രണ്ട്സ് അല്ലേ? നിനക്ക് അവനെ കുറിച്ച് എല്ലാം അറിയില്ലേ? ബൊറൂട്ടോ ആണെങ്കിൽ അതിനെന്തൊക്കെയോ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു മാറും. പക്ഷെ ബെങ്കോ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഇപ്പൊ ചെമ്പമുടിയനെ അവനെ വശത്താക്കി അവൻ ഇഷ്ടം പോലെ ബർഗറൊക്കെ കഴിക്കാൻ കൊടുത്ത് കോക്രിയെയും ബൊറൂട്ടോയെയും കുറിച്ചുള്ള കണക്ഷനെ കുറിച്ച് ചോദിക്കുകയാണ്. അവൻ പറയും, എനിക്ക് അവരെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. ബെങ്കയാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. നീ ഇവിടെ കുറച്ച് ക്യാഷൊക്കെ സേവ് ചെയ്യുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ നിന്റെ സിസ്റ്ററിനെ കുറിച്ചുള്ള കാര്യവും എനിക്കറിയാം. എനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ സേവിങ്സും നിന്റെ സാധനങ്ങളും എല്ലാം നിനക്ക് തന്നെ സേഫായിട്ട് ഇവിടുന്ന് കൊണ്ടുപോവാം. പക്ഷേ എന്റെ ചില ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. അതിനു മുൻപ് നിനക്ക് ഈ ബർഗർ ഇഷ്ടമുള്ളത്രേ കഴിക്കാമെന്ന് പറയും. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഒരുപാട് ബർഗർ കൈയിട്ട് വാരി അതൊന്നൊന്നായിട്ട് തിന്നാനായിട്ട് ആരംഭിക്കും. ബെങ്ക ഉടനെ അവനവന്റെ സിസ്റ്ററിന് എഴുതിയ ഒരു ലെറ്റർ കാണിക്കും. നീ ആക്ച്വലി നിന്റെ സിസ്റ്ററിന്റെ സർജറി അത് നടത്താനല്ലേ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. നീ ഇപ്പൊ ജയിലില് ഇങ്ങനെ ജീവിക്കുകയാണെന്നറിഞ്ഞ സർജറിയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ആ ന്യൂസ് കേട്ട് തന്നെ അവള് മരിച്ചു പോവും. അവനാണെങ്കിൽ ബെങ്ക പറയുന്നത് കേട്ട് പേടിയാവും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ ഈ സീക്രട്സ് ഒന്നും ഹോസ്പിറ്റലിലുള്ള നിന്റെ സിസ്റ്റർ അറിയില്ല. പക്ഷെ ഒരേ ഒരു ഫേവർ, അത് നീ എനിക്ക് ചെയ്യണം. കോക്രിയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്ത് എനിക്ക് നീ പറഞ്ഞു തരണം. കട്ട് ചെയ്ത ഇവിടെ കൊടാമ അവനാണെങ്കിൽ ഒത്തിരി വിഷമത്തിലിരിക്കുകയാണ്. കാരണം അവൻ അത്രയും നാളും പരിചരിച്ച് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്ന ആ ചെടികള് അത് മുഴുവൻ ആരോ നശിപ്പിച്ചിരിക്കുന്നു. മീറ്റ്സുക അവിടേക്ക് വന്ന് അവനെ സമാധാനിപ്പിക്കാനായിട്ട് ആരംഭിക്കും. അതേസമയം ബൊറൂട്ടോയും കോക്രിയെയും അവർ രണ്ടുപേരും ലൈബ്രറിയിലേക്ക് വന്ന് കോക്രി ആണെങ്കിൽ താഴെ വീണ ഒരു ബുക്ക് എടുത്ത് വെക്കും. അപ്പൊ അവൻ എന്തോ കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. അതേസമയം ലോങ് ഷോട്ടില് ആ ചെമ്പമുടിയൻ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് ആ ലൈബ്രറിയുടെ പരിസരത്ത് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ കോക്രി ആണെങ്കിൽ ആരെയോ കണ്ട് പേടിച്ച് നിൽക്കുന്നത് കണ്ട ബൊറൂട്ടോ അവൻ അവിടേക്ക് വരും. അപ്പൊ അവൻ കാണും അവരുടെ തൊട്ടു മുൻപില് സുക്കിയ. ബൊറൂട്ടോ ആണെങ്കിൽ ഒച്ചത്തില് ഗാർഡ്സിനെ വിളിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ആരും അവിടേക്ക് വരില്ല. വേറെ വഴിയില്ലാതെ ബൊറൂട്ടോ തന്നെ ഇപ്പൊ ആ വില്ലനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. വില്ലൻ ഇപ്പൊ ബൊറൂട്ടോയെ അങ്ങനെ കഴുത്ത് പിടിച്ച് തൂക്കും. അവൻ കോക്രിയോട് പറയും, ഞാനിവനെ കൊല്ലും, അല്ലെങ്കിൽ സത്യം പറയും, നീ അടിച്ചു മാറ്റിയ ആ മുഴുവൻ പണം ഇവിടെ. കോക്രി ആണെങ്കിൽ പേടിച്ച് സത്യം പറയും, ആ പണം മുഴുവൻ ഞാൻ അനാഥാലയത്തിന് കൊടുത്തു. അത് കേട്ട് ബൊറൂട്ടോ ഷോക്കാവും. അടുത്ത സെക്കൻഡ് ആ വില്ലൻ അവൻ അങ്ങനെ മാറി സാറഡയായി തീരും. ആക്ച്വലി സാറഡയും ബൊറൂട്ടോയും ചേർന്ന് നടത്തിയ ഒരു നാടകമാണ്. അവന്റെ അടുത്ത് നിന്ന് സത്യങ്ങൾ തിരിച്ചറിയാനായിട്ടാണ് ഇത്തരത്തിലൊരു നാടകം അവർ കളിച്ചത്. സാറഡയും ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ അവനോട് സോറി പറയും. അവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരോട് പറയാണ്. അപ്പൊ മെയ്റ്റ്സുക അവിടേക്ക് വന്ന് അവർ 3 പേരും കൂടുതൽ കാര്യങ്ങൾ അവനോട് ചോദിക്കും. അവൻ പറയും, ഞാൻ അടിച്ചു മാറ്റിയ പണങ്ങൾ മുഴുവൻ ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത്. പക്ഷെ ആക്ച്വലി ഞാൻ അത്ര നല്ല ആളൊന്നും അല്ലാന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. അപ്പൊ അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചെമ്പമുടിയനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ആരാണ്, അവരെവിടെ നിന്ന് വരുന്നു, മെയ്റ്റ്സുകയും ബൊറൂട്ടോയും സാറഡയും അവർ 3 പേരും തമ്മിലുള്ള കണക്ഷനും മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ കോക്രി പറയും, വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ബാങ്കില് മാനേജറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മൊജീനോ ഗ്യാങ്ങിലുള്ള ഒരാള് അടിച്ചു മാറ്റിയ പണങ്ങളൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നത്. ഞാൻ തന്ത്രപരമായി ആ പണം കൈക്കലാക്കി. പക്ഷെ അത് കയ്യിൽ വെച്ചിരുന്ന വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ഒരു മെഡിക്കൽ സെന്ററിലേക്ക് ആ പണം ഡൊണേറ്റ് ചെയ്തു. മൊജീനോ ഗ്യാങ്ങിൽ നിന്ന് ഞാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഈ സിറ്റിയിലേക്ക് വന്നു. ഇവിടെ വെച്ച് ഞാനൊരു പെൺകുട്ടിയെ സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളൊരു കള്ളിയായിരുന്നു. ആ കേസിൽ ഞാനിപ്പോ ജയിലിലായി. ആക്ച്വലി നിങ്ങൾ കരുതും പോലെ ഇപ്പൊ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഞാനിപ്പോ വെറും യൂസ്ലെസ് ആണ്. എന്നെ ഇനി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യോ? അതിന് ബൊറൂട്ടോ പറയും, നിന്റെ കയ്യിൽ പണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞങ്ങൾക്ക് നീയാണ് വലുത്. ഉറപ്പായാലും നിന്നെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും
അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ആ ചെമ്പമുടിയൻ അവൻ അവിടേക്ക് വന്ന് ആ പേപ്പർ എടുത്ത് നോക്കും. ആക്ച്വലി കോക്രിയെ പണം കൊടുത്ത അതേ മെഡിക്കൽ സെന്ററിലാണ് അവന്റെ സിസ്റ്റർ ട്രീറ്റ്മെന്റിൽ കഴിയുന്നത്. അത് കണ്ട് അവൻ ഒരുപാട് വിഷമത്തില് കരയാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. നറൂട്ടോ പറയും ആ കോക്രിയെ അവനെ പരോളിൽ വിടുകയാണ്. അവനെ എത്രയും പെട്ടെന്ന് സേഫായി ലീഫ് വില്ലേജിലേക്ക് എത്തിക്കണം. അതിനുശേഷം ആ മോച്ചി ഗ്യാങ്ങിനെ കുറിച്ച് ഇൻഫർമേഷൻസ് അവൻ നിന്ന് കളക്ട് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ചെമ്പമുടിയനെ കാണിക്കും. അവന്റെ അടുത്തേക്ക് ആ ബെങ്ക വന്ന് ഇപ്പൊ ബൊറൂട്ടോയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അത് ചോദിക്കാൻ തുടങ്ങും. അവനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് തല താഴ്ത്തി നിൽക്കും. അവന്റെ ഫേസ് കാണുമ്പോൾ തന്നെ ഇപ്പൊ ബെങ്കയ്ക്ക് കാര്യം പിടികിട്ടും അവൻ കള്ളം പറയാണെന്ന്. ബെങ്ക ഒരു സ്റ്റിക്ക് എടുത്ത് അവനെ അറഞ്ചം പുറഞ്ചം അടിച്ച് ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു സെല്ലിലേക്ക് അവനെ മാറ്റും. അതിനുശേഷം ലോർഡ് മോജോയുടെ അടുത്തേക്ക് വരും. മോജോ ആണെങ്കിൽ ബെങ്കയോട് പറയും ഞാൻ കോക്രയ്ക്ക് അവന് പരോള് കൊടുത്തു, അവൻ കുറച്ചു കാലത്തേക്ക് പുറത്തേക്ക് പോവാണ്. ബെങ്ക ഒരു സെക്കൻഡ് അത് കേട്ട് ഷോക്കാവും. അവന്റെ ഭാവവ്യത്യാസം കാണുമ്പോൾ തന്നെ മോജോയ്ക്ക് കാര്യം പിടികിട്ടും. മോജോ പറയും ടാങ്കോ, നിന്നെ കുറിച്ച് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള ചില പ്രധാനപ്പെട്ട നിയമങ്ങൾ നീ വയലേറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. സോ നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാണ്. അത് കേട്ട് അവനാണെങ്കിൽ ഇപ്പൊ മോജോയുടെ കാല് പിടിച്ച് കരയും. സാർ സാർ പ്ലീസ് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അടുത്ത നിമിഷം മോജോയ്ക്കാണെങ്കിൽ നെഞ്ചുവേദന എടുത്ത് അവൻ താഴേക്ക് വീഴും. അവന്റെ മെഡിസിൻ എടുക്കാൻ ശ്രമിക്കും. പക്ഷേ ബാങ്കോ ആണെങ്കിൽ ആ മെഡിസിൻ എടുത്ത് അവിടുന്ന് കടന്നു പോകും. അതിനുശേഷം അവൻ ആ വില്ലന്റെ അടുത്തേക്ക് വന്ന് കോക്രിയെ സെക്കൻഡ് നമ്പർ പ്രിസണിലേക്ക് മാറ്റുകയാണ് എന്നുള്ള കാര്യം പറയും. ഇവിടെ മോജോയെ ആണെങ്കിൽ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കണ്ട സാറഡ അവൾ ഷോക്കായി അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അതേസമയം പോലീസ് ഓഫീസർ അവനിപ്പോ കോക്രിയുടെ അടുത്തേക്ക് വന്ന് പറയും നിനക്ക് നാളെ പുതിയൊരു സെല്ലിലേക്ക് ഞാൻ മാറ്റം തരാൻ പോവാണ്, നമ്പർ 2ലേക്ക്. അവിടെ നിന്റെ പഴയ ഫ്രണ്ട്സ് മോജോ ഗ്യാങ്ങിലെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് അവരങ്ങനെ പൊട്ടിച്ചിരിക്കും. കോക്രയ്ക്കാണെങ്കിൽ അത് കേട്ട് പേടിയാവും. ബൊറൂട്ടോ മീറ്റ്സിക്ക് ആണെങ്കിൽ അവനോട് പറയും പേടിക്കേണ്ട ആവശ്യമില്ല, എന്ത് വില കൊടുത്തും നിന്നെ സേഫായി ഞങ്ങൾ ലീഫ് വില്ലേജിലേക്ക് എത്തിക്കും എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.